ശ്രീ KVS ഹരിദാസ്, നിലവിലെ സംഭവ വികാസങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ കണ്ടതാണ്, ഗവർണർക്ക് ലിസ്റ്റ് കൊടുക്കും എന്നു പറയുന്ന സമയം പോലും നീട്ടി വെക്കേണ്ടി വരുന്ന അവസ്ഥ. അവസാന നിമിഷം വരെ അതൃപ്തിയും പിണക്കവുമായിരിക്കുന്നു. ഒടുവിൽ VD സതീശൻ ലിസ്റ്റിലുള്ള മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നത് വരെയും ആ അതൃപ്തി തുടരുന്നു. ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചതിന് ശേഷവും പലരുടെയും അതൃപ്തി പുറത്തുവരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇതൊരു UDF-ന്റെ മന്ത്രിസഭയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മന്ത്രിസഭയാണ്. ഇത്തരം പൊല്ലാപ്പുകൾ ഉണ്ടായില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ എത്ര ദിവസം എടുത്തു? അപ്പോൾ ഇത്തരം സംഭവ വികാസങ്ങൾ കോൺഗ്രസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിപ്പോൾ നടക്കുന്നു. അത്രയും ഞാൻ അതിനെക്കുറിച്ച് ആദ്യ റൗണ്ടിൽ പറയുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു ആക്ഷേപം, കോൺഗ്രസും UDF-ഉം ഒക്കെ, അല്ലെങ്കിൽ UPA-യും ഒക്കെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആവശ്യപ്പെട്ടു വരുന്നൊരു കാര്യമുണ്ട്. ജാതി സെൻസസ്, ജാതി നോക്കി ആനുകൂല്യങ്ങൾ നൽകണം, സംവരണം ഏർപ്പെടുത്തണം. യഥാർത്ഥത്തിൽ ആ മാനദണ്ഡങ്ങൾ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഈ നേതാക്കന്മാർ പരിപാലിച്ചിട്ടുണ്ടോ? അതിനോട് സത്യസന്ധത പുലർത്തിയിട്ടുണ്ടോ? ശരിയാണ്, കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തും ഇതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ഇത്തവണയും ഈ മന്ത്രിമാരുടെ പേരുകൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അത് തന്നെയല്ലേ. അതിന് എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തേണ്ട ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഭാരിച്ച ഉത്തരവാദിത്വം. അവസാനം കോൺഗ്രസിൻ്റെ മേലിൽ വന്നില്ലേ? അതിൻ്റെ പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ടാകും. കോൺഗ്രസിലെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് അപ്രമാദിത്യമുള്ള ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ രൂപം കൊള്ളാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രാമുഖ്യം ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിന് കിട്ടിയതിന് ശേഷവും ഇന്ന് PJ ജോസഫ് ബഹളം ഉണ്ടാക്കിയിട്ടാണ് പോയത്. ഞാൻ അവസാനം കണ്ടത് അദ്ദേഹം നാളെ സത്യപ്രതിജ്ഞയ്ക്കില്ല, തൊടുപുഴയ്ക്ക് പോയിന്നാണ്. സത്യമാണോന്ന് അറിയില്ല, വാർത്തയിൽ കണ്ടതാണ്. മുസ്ലിം ലീഗിനകത്ത് പ്രശ്നമുണ്ടെന്നാണ് കാണുന്നത്. അവരും മന്ത്രിമാരെ ആ 2.5 വർഷം കഴിയുമ്പോൾ വെച്ചു മാറാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത്രേ. അതേപോലെ തന്നെയാണ് മാണി കാപ്പൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഏറ്റവും പ്രധാനപ്പെട്ടത് ലത്തീൻ കത്തോലിക്കരുടെ ഭാഗത്തു നിന്നുണ്ടായ രൂക്ഷമായ വിമർശനമാണ്. തിരുവനന്തപുരത്തെ ലത്തീൻ സഭ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസിൻ്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്നവരാണ്. ഈ തീരദേശ മേഖലയിലൊക്കെ കോൺഗ്രസിന് പരിപൂർണ സഹായവുമായിട്ട് നിന്നവരാണ്. അവരിത്തവണ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പറഞ്ഞ് അവരെ മന്ത്രിയാക്കിയിട്ടില്ല. പേരെടുത്ത് പറയുന്നുണ്ട് അവിടുത്തെ ബിഷപ്പ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതൊരു തുടക്കമാണ്. പക്ഷേ ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് ആദ്യ റൗണ്ടിൽ അവസാനിപ്പിക്കാം. ഇന്നലെ BJP-യുടെ സംസ്ഥാന നേതൃയോഗമുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അവിടെ BJP എടുത്ത നിലപാടെന്താ? ഈ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞങ്ങളുടെ MLA-മാർ പങ്കെടുക്കും. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ, V. മുരളീധരൻ ഉൾപ്പെടെ, BB ഗോപകുമാർ ഉൾപ്പെടെ പങ്കെടുക്കും. കേന്ദ്രവുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. കേന്ദ്രത്തിൻ്റെ ജനക്ഷേമകരമായ അനവധി പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാതെ പോയിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. PM ആവാസ് യോജനയുടെ കാര്യം, അതുപോലെ ആയുഷ്മാൻ ഭാരതിൻ്റെ കാര്യം, PMC-യുടെ കാര്യം, അങ്ങനെ കുറേ പദ്ധതികൾ. അതൊക്കെ നടപ്പിലാക്കാനുള്ള മുൻകൈ എടുക്കണം. ജനക്ഷേമ കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങിയാൽ, വികസന കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങിയാൽ അതിനൊപ്പം BJP ഉണ്ടാകും. കേന്ദ്രത്തിൽ നിന്ന് സഹായം തേടാൻ BJP കൂടെ നിൽക്കാം. പക്ഷേ അഴിമതി വിരുദ്ധമായ കള്ളന്മാർക്ക് കൂട്ടിൽ നിൽക്കുന്ന സ്വഭാവം കോൺഗ്രസ്സുകാർ മാറ്റിവെക്കണം എന്നൊരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BJP വളരെ പോസിറ്റീവായിട്ടാണ്, ഓപ്പൺ മൈൻഡഡായിട്ടാണ് ഈ സർക്കാരിനെ കാണുന്നത്. അതൊക്കെ ആണെങ്കിലും
ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു അവസ്ഥ നിലവിലുണ്ട്. കേരളത്തിലെ വലിയൊരു ഭൂരിപക്ഷ സമുദായം ആഗ്രഹിച്ചതാണോ ഇപ്പോൾ കിട്ടുന്നത്? അത് ആ ആശങ്കയും സംശയവും ഒക്കെ അവരവരുടെ മനസ്സുകളിലുണ്ട്. അതിന് മറുപടി പറയേണ്ടത് ഇപ്പോൾ വകുപ്പുകൾ വിഭജിച്ച് കഴിയുമ്പോൾ വകുപ്പുകളുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല. അത് വരുമ്പോൾ ആർക്കായിരിക്കും മേൽക്കൈ, ആർക്കായിരിക്കും ആധിപത്യം കിട്ടാൻ പോകുന്നത് എന്നുള്ള ആശങ്കയും ഇവിടുത്തെ ഹിന്ദു സമുദായത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം പങ്കുവയ്ക്കാൻ ഞാൻ ഈ വേളയിൽ ആഗ്രഹിക്കുക. ശരി, തിരികെ എത്താം ഒരിടവേളയ്ക്ക് ശേഷം.